നമസ്കാരം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കാനുള്ള പരിശീലനമാണ് ഇന്ന് നടക്കുന്നത്. പകൽ നടന്നു, ഇനി അത് രാത്രിയും നടക്കും. ടച്ച് ആൻഡ് ഗോ എന്ന രീതിയിൽ വിമാനങ്ങൾ ഇറക്കാനുള്ളൊരു ശ്രമം നടത്തും. നിലം തൊടുന്നതിന് മുൻപ് ഉയർന്നു പൊങ്ങാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. ഇത് ഒരു സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നാവികസേനയും സമാനമായ രീതിയിൽ സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. തുടർച്ചയായി നടക്കുന്ന സൈനിക അഭ്യാസങ്ങൾ നൽകുന്ന സൂചനയെന്ത്? ഒരു യുദ്ധം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമാകുമോ? ഏതു തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും വരും ദിവസങ്ങളിൽ സൈനികമായി ഉണ്ടാകുക? അങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഈ ടച്ച് ആൻഡ് ഗോ തന്ത്രം പരീക്ഷിക്കുമ്പോൾ ഉയരുകയാണ്. ആ യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഇത്തരം 100,000 ചോദ്യങ്ങൾ കൂടി ഉയർന്നു പൊങ്ങുകയാണ്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു എക്സ്പ്രസ് വേ ആണ് ഈ ഷാജഹാൻപൂരിൽ ഉള്ളത്. ഉത്തർപ്രദേശിൽ അവിടെ ഈ 8 വരി പാത എന്ന് വേണമെങ്കിൽ പറയാം. 1000-ലധികം കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു ഗതാഗത സംവിധാനമാണ്. ഇന്ത്യയുടെ വലിയ അഭിമാനമാണ്. ഈ എക്സ്പ്രസ് വേയിലാണ് വിമാനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ കഴിയുമോ എന്ന പരിശോധന നടക്കുന്നത്. ഇതിൽ മിറാജ് 2000 ഉണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും ഒടുവിൽ വാങ്ങിച്ച റഫേൽ വിമാനങ്ങളുണ്ട്. SU-M30 MKI ഉണ്ട്. മോഹൻദാസ് സാലത്തൂർ എന്നോടൊപ്പം ചേരുന്നു. മോഹൻദാസ് സാലത്തൂർ, ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു പ്രതികരണമായി കണക്കാക്കേണ്ടത്? നമസ്കാരം. ഇത് ഒരു പെട്ടെന്നുള്ള യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്നുള്ളതല്ല. ഏത് നിമിഷവും എന്തിനും തയ്യാറാണ് നമ്മുടെ 3 ഫോഴ്സുകളും എന്നുള്ള ഒരു സന്ദേശം ജനങ്ങൾക്കും വേണം. അതുപോലെ നമ്മുടെ ശത്രുരാജ്യത്തിനും വേണം. ഇപ്പോ ഈ കലാപം നടക്കുന്ന ഭാഗങ്ങളിൽ നമ്മുടെ പോലീസിന്റെ റൂട്ട് മാർച്ച്, അതുപോലെ മിലിറ്ററിയുടെ റൂട്ട് മാർച്ച്, ഇതൊക്കെ ഉണ്ടാകും. കാരണം ഇതൊക്കെ ജനങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കണം. അവരിൽ ഒരു ട്രെയിനിങ് വേണം. അതിനു വേണ്ടി മാത്രം. അല്ലാണ്ട് ഇപ്പൊ നാളേക്ക് പിന്നെ ഒന്നാമത്തെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ചവറ് രാജ്യത്തിന് എന്തിനാണ് ഇപ്പൊ ഈ ശവം പോലെ കിടക്കുന്ന രാജ്യമാണ് അവരെന്ത് ഇന്ത്യയുടെ അടുത്ത് വരാനുള്ള യാതൊരു യോഗ്യത അവർക്കില്ല. അവരുടെ നമ്മുടെ ഇതിന്റെ കണക്കുകൾ നോക്കിയപ്പോൾ ഈ ഇടയ്ക്ക് കേട്ടോ. നമുക്ക് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സംസാരിക്കും. ഇന്ന് നിരവധി കോളർമാർ നമുക്കൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യയുടെ നാവികസേനയും അറബിക്കടലിൽ അവിടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഇത്തരം സൈനിക അഭ്യാസങ്ങൾ നടത്തി. അത് ഗുജറാത്ത് തീരത്തിന് 85 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നിന്നാണ് ഈ സൈനിക അഭ്യാസങ്ങൾ പ്രധാനമായും അറേബ്യക്കടലിൽ നാവികസേന നടത്തിയത്. ഇന്ന് നടത്തിയ ഈ സൈനിക അഭ്യാസം വളരെ സുപ്രധാനമാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വ്യോമസേനയുടെ കരുത്താണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സുഖോയ് M30 ഇന്ത്യൻ റഷ്യൻ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ കഴിവുള്ള ഇരട്ട സീറ്റുള്ള മൾട്ടി റോളർ ഫൈറ്ററാണ്. ഈ വിമാനം അവിടെ ഇറക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. റാഫേൽ നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ദീർഘദൂര മെറ്റീരിയൽ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ കാലാവസ്ഥയിലും ഇറക്കാൻ കഴിയുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബ്രഹ്മോസ് പോലുള്ള ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന SU-330 MKI റഫേൽ. റഫേൽ എന്ന് പറയുമ്പോൾ നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുണ്ട്, ദീർഘദൂര മെറ്റീരിയൽ മിസൈലുകൾ ഉണ്ട്. അങ്ങനെ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ, നമ്മുടെ ഹെലികോപ്റ്ററുകൾ ഒക്കെ ഈ ഘട്ടത്തിൽ അവിടെ ഇറങ്ങാൻ കഴിയുന്ന പരിശോധനകൾ നടത്തുകയാണ്. MiG-29 മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനമാണ്. വിപുലമായ റഡാർ സംവിധാനങ്ങളെ ഒഴിവാക്കി വിപുലമായ രീതിയിൽ മുന്നേറാൻ കഴിയുന്ന കുസൃതിയുള്ള അതിവേഗ ഫൈറ്റർ പ്ലെയിനുകളാണ് ഈ MiG-29. ജാഗ്വാർ എന്ന കരയാക്രമണത്തിനും അതുപോലെ ഈ ഉള്ള ദൗത്യങ്ങൾക്കൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജാഗ്വാർ,
അതുപോലെ C-130J അത് ചരക്ക് സൈനിക നീക്കങ്ങൾക്ക് വൈവിധ്യമാർന്ന ഗതാഗത വിമാനം, അത് പ്രത്യേകിച്ച് ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ. C-130J സൂപ്പർ ഹെർക്കുലീസ് പ്രത്യേക സേനാ വിന്യാസം, ദുരന്ത നിവാരണം, രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെയുള്ള ഹെവി ലിഫ്റ്റർ ഫ്ലൈറ്റുകൾ. അതുപോലെ AN-32 ചരക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള വൈവിധ്യമാർന്ന ഗതാഗത വിമാനങ്ങൾ. അതൊക്കെയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ശ്രീ ദിവാകരൻ, ഈ താഴ്ന്നിറങ്ങുന്ന വിമാനങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ അങ്ങക്ക് എന്ത് തോന്നുന്നു? ചുരുങ്ങിയ വാക്കുകൾ. നല്ല അഭിമാനം സാറേ. പിന്നെ അതുമല്ല, പാകിസ്ഥാനൊന്ന് പേടിക്കട്ടെ, പാകിസ്ഥാനൊന്ന് പേടിക്കണോ? ഇന്ത്യന്റെ ശക്തി വളരട്ടെ, ഒരു യുദ്ധം ഇനി വേണ്ട. സമാധാനത്തിന് എല്ലാം 1000 ഇരട്ടി പൈസയാവും, ജനങ്ങൾക്ക് സമാധാനം, ഇന്ത്യ ആകെ നഷ്ടത്തിലോടും. അതുകൊണ്ട് സമാധാനം ചെയ്യാം, ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഒരു അഭിമാനവും ബാക്കി രാജ്യങ്ങളിൽ ഒന്ന് കണ്ടുപിടിക്കട്ടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോളാന്തര എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, മൈക്ക് കോളനി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്തേ എന്ന് പറയുന്നത് സുനിൽ കുമാർ നമസ്കാരം പറയുന്നുണ്ട്. യെസ് സുനിൽ കുമാർ, ഓക്കെ. അപ്പോൾ എന്നോട് ചിലരൊക്കെ കുറച്ച് ദിവസം ലീവായിരുന്ന കാര്യം ചോദിക്കുന്നു. ലീവൊക്കെ ആയി ഞാൻ മടങ്ങി വന്നിരിക്കുന്നു. നമുക്ക് ആ വിമാനത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് കാണേണ്ടത്. AN-32 ചരക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള വൈവിധ്യമാർന്ന ഗതാഗത വിമാനം. അത് പ്രത്യേകിച്ച് ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത്. നാവികസേനയുടെ ഡ്രില്ലിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. M-175V തെരച്ചിൽ, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ സൗകര്യങ്ങൾ, ഒഴിപ്പിക്കൽ, മാനുഷിക ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മൾട്ടി റോളർ ഹെലികോപ്റ്ററുകളെല്ലാം പരിശോധിക്കുന്നു. അപ്പോൾ ഗംഗ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശിൽ 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട എക്സ്പ്രസ് വേ ആണ്. ലക്നൗ എക്സ്പ്രസ് വേ, പുഞ്ച്വാൽ എക്സ്പ്രസ് വേ, അതുപോലെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേക്കൊക്കെ അപ്പുറത്തേക്ക് 4ാമത്തെ പ്രധാന എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. അവിടെയാണ് വളരെ സുപ്രധാനമായ ഈ രാത്രിയും പകലുമായുള്ള ഈ പരിശീലനം നടക്കുന്നത്. നമ്മുടെ യുദ്ധസന്നദ്ധത എത്രമാത്രം വലുതാണ് എന്ന് അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ബാലകൃഷ്ണൻ വടകര, ഒരു തിരിച്ചടി അനിവാര്യമാണ് എന്ന് രാജ്യത്തിനറിയാം. സാമ്പത്തികമായുള്ള തിരിച്ചടികൾക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു. ഇൻഡസ് നദീകര റദ്ദാക്കുന്നത് പോലുള്ള പദ്ധതികൾക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു. ഈ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ പറക്കുമ്പോൾ രാജ്യത്ത് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് എന്ത് തോന്നണം? ഇന്ത്യക്കാർക്ക് അഭിമാനം പോകണം സാർ. അഭിമാനം രോമാഞ്ചം കൊള്ളണം സാർ. രാജ്യം ഭരിക്കുന്നത് തലയിൽ ആള് കാണുമ്പോൾ ആള് സർക്കാരാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വ്യക്തമാണ് ഇതിൽ. പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പ്രദീപ്, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ചീറിപ്പായുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രദീപ് കാണുന്നത്. നമ്മുടെ ഷാജഹാൻപൂരിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ ഗംഗ എക്സ്പ്രസ് വേയിലാണ് അവിടെ ഈ പരിശോധന നടത്തുന്നത്. ഈ 8 പാതയിൽ പോലും ഏതൊരു നിമിഷവും ഇറങ്ങാൻ കഴിയുന്ന ആ മികവാർന്ന കഴിവാണ് വ്യോമസേന അവിടെ പ്രകടിപ്പിക്കുന്നത്. ശ്രീ പ്രദീപിന്, ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ഈ കാഴ്ചകൾ എന്തു സന്ദേശം നൽകുന്നു? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. ഒരു ഇന്ത്യക്കാരൻ എന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. കാരണം ഇത് നമ്മുടെ ഓരോരോ കാര്യം, ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യം, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ പുരോഗമനത്തിന് വേണ്ടി, ഇന്ത്യയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങള് ആസ് എ ഇന്ത്യൻ ഐ എം സോ പ്രൗഡ് ടു ആസ് എ ഇന്ത്യൻ. ഇതില് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് ഇന്ത്യ എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന്. പക്ഷെ അത് ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം ഒരു ടൈം എടുത്ത് കറക്റ്റ് ടൈമിന് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ഫുൾ സ്കെയിലോട് തോന്നുന്നില്ല. കാരണം കാര്യങ്ങളുണ്ട്. ചൈന, മറുസൈഡിൽ റഷ്യ, ഇവരെല്ലാം നമുക്ക് ഇൻഡയറക്ട്ലി എഗെയിൻസ്റ്റ് ആണ്. കാരണം ഈ റഷ്യ അവരുടെ ക്രിട്ടിക്കൽ ടെക്നോളജി വരെ ചൈനയ്ക്ക് കൊടുത്ത് അതുവഴി പാകിസ്ഥാന് 80% വെപ്പൺ കൊടുക്കുന്നു. ഞാൻ താങ്കളുടെ ഒരു പ്രോഗ്രാം കണ്ടായിരുന്നു, അതായത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. താങ്കൾ ആ പ്രോഗ്രാം, ഞാൻ പേര് മറന്നുപോയി. എന്തായാലും ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഈ വിജയം ഇന്ത്യക്കൊപ്പമാണ്. പക്ഷേ ഇന്ത്യ എനിക്ക് തോന്നുന്നു വളരെ കാമായിട്ട്, വളരെ ബ്രില്യന്റ് ആയിട്ട് അത് നടപ്പിലാക്കും. അത് ഞാനൊരു അഭിമാനത്തോടെ അത് ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളിൽ ഓർത്ത് കാത്തിരിക്കുന്നു. ഒപ്പം ഇന്ത്യക്കൊപ്പം അമേരിക്കയും ഇസ്രയേലും പൂർണ്ണ സപ്പോർട്ടായിരിക്കും. നമുക്ക് എന്നും വിശ്വസിക്കാൻ പറ്റുന്ന 2 അലയൻസ് ആയിട്ട് എപ്പോഴും ഉണ്ടാകും. വേണമെങ്കിൽ ഇത് നമുക്ക് കാണാം. താങ്ക് യു. ന്യൂയോർക്കിൽ നിന്നാണ് പ്രദീപ് നമുക്കൊപ്പം ചേർന്നത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ അഭിമാനത്തോടെ ഈ ദൃശ്യങ്ങൾ കാണുന്നു. ചില പ്രേക്ഷകർ എന്നോട് പറയുന്നത് അതായത് ഈ വിമാനങ്ങൾ എടുക്കുമ്പോൾ പാകിസ്ഥാനെ കൊല്ലേണ്ട, വെറുതെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി എന്ന് പറയുന്നത് പാകിസ്ഥാന് ബാധകമല്ല എന്ന് ഒരു പ്രേക്ഷകൻ എന്നോട് പറയുന്നു. അവർ വടി തന്നിട്ട് അടിക്കാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. തയ്യാറെടുപ്പ് നടക്കുന്നു എന്ന് സുനിമോൾ എന്നോട് പറയുന്നു. എന്നോടൊപ്പം ചേർന്നിട്ട് ഏത് നിമിഷവും യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജമായി നടക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ,
ലക്ഷ്മി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി പൊതുവേദി കാണുന്നു. ഓക്കെ, തോമസ് മാത്തൻ എന്നോടൊപ്പം ചേർന്നു. നമസ്കാരം മനുജി. യുദ്ധം നല്ലതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, എന്നാൽ ഭീകരരെ വെറുതെ വിടരുത് എന്ന് പറയുന്നു. പി എ ഓൾമൈറ്റി പറയുന്നു. ഓക്കെ, എൻ്റെ പി എ ഓൾമൈറ്റിയും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ സുപ്രധാനമായ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ്. MiG-29, ജാഗ്വാർ C-130J, AN-32, M-117VS തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ പരിശോധനകൾ നടത്തുന്നു. ഇത് അറബിക്കടലിൽ നിന്നുള്ള മിസൈൽ പരീക്ഷണത്തിൻ്റെ സൈനിക അഭ്യാസമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിപുലമായ കുസൃതിയും ഒക്കെ ഒത്തിണങ്ങിയ MiG-29 വിമാനങ്ങൾ വളരെ വളരെ ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ കരുത്താണ്. അതിവേഗം പറക്കാൻ കഴിയുന്ന ഫ്ലൈറ്റർ ജെറ്റുകൾ, അതുപോലെ സൂപ്പർ ഹെർക്കുലീസ് അറിയുന്ന പ്രത്യേക സേനാവിന്യാസം നടത്താനും ദുരന്ത നിവാരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമൊക്കെ നിർണായകമായ നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ഹെവി ലിഫ്റ്റ് വിമാനം, അതൊക്കെ സൈന്യത്തിൻ്റെ ഭാഗമായുണ്ട്. AN-32 ചരക്ക് നീക്കം, സൈനിക നീക്കം, വൈവിധ്യമാർന്ന ഗതാഗത സംവിധാനമുള്ളൊരു വിമാനമാണ് AN-32. പ്രത്യേകിച്ച് ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ അത് നമുക്ക് പരീക്ഷിക്കാനാകും. M-17V5 തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ സഹായങ്ങൾ, മാനുഷിക ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മൾട്ടി റോളർ ഹെലികോപ്റ്ററുകൾ, ഇതെല്ലാം അവിടെ എക്സ്പ്രസ് വേയിൽ ഉയർന്നു പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അപ്പോൾ ഷാജഹാൻപൂർ ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു. മനു എന്ന ഒരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു പറയുന്നത് ഞാൻ സൂപ്പറാണെന്നാണ്. ഓക്കെ, 2 ഹൃദയം വായിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മനു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം കൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സുകൾ നിറയുകയാണ്. CN പ്രശാന്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ദുരൈ മുനാറിൽ നിന്ന് ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഓക്കെ, ജയ് ഹിന്ദ്. ജേണി ഫോർ യു പറയുന്നു. ഗോ ഹെഡ് എന്ന് പറയുന്നു. സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകി നൂറുകണക്കിന് പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നു. സൈഫ് പറയുന്നത് യുദ്ധമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, യുദ്ധം തന്നെ എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു നമസ്കാരം എന്നോട് പറയുന്നു. ഓക്കെ, അടിക്ക് തിരിച്ചടി എന്ന് ഷാരൻ പറയുന്നു. എല്ലാവരും അങ്ങനെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് നമ്മുടെ വ്യോമസേനയെ അവരുടെ അഭിവാദ്യം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. അങ്ങനെ വിപുലമായ രീതിയിൽ സൈന്യം അതിൻ്റെ മികവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മധു. യെസ്, ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ കരുത്ത് പ്രകടമാക്കുന്നതിൻ്റെ ഒരു സുപ്രധാന ദൃശ്യങ്ങളാണ് മധു കാണുന്നത്. മധുവിന് ഇത് കാണുമ്പോൾ നമസ്കാരം. സാറ് ലീവിന് പോണതിന് മുമ്പ് സംസാരിച്ചിട്ട് പോയതാ, സമയമില്ലാത്തതുകൊണ്ട്. അതെ, ഞാൻ മടങ്ങി വന്നു. ഏതായാലും നമ്മുടെ രാജ്യം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുള്ള സാറേ, ഇതൊക്കെ നമുക്കൊരു മൂക്കുപൊടി വീശിയാൽ പോകാവുന്നുള്ളൂ പാകിസ്ഥാൻ, അത്രേ ഉള്ളൂ പാകിസ്ഥാൻ. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മുടെ രക്തവും മാംസവും തിന്നാൻ കാത്തിരിക്കുന്ന കഴുകന്മാരുണ്ട് സാറേ. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ അമാന്തിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിപ്പോ ഇസ്രായേലിന്റെ അപ്പുറമായിരിക്കും. ഒന്നുമില്ല, ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഏതായാലും ഒരു സെക്കൻഡ് സാറേ, UP-യിലെ നമ്മുടെ ഈ മറ്റേ സാറിന്റെ ഈ റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ സാറേ. അതില് സാറേ ഇനിയിപ്പോ ഇതിന് ഒരുപാട് പിതൃത്വം അവകാശപ്പെട്ട ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് സൂപ്പർ എക്സ്പ്രസ് വേ അല്ലേ, അവിടെ അത് 6 വരിപ്പാതയാണ് 8 വരിയായി ഉപയോഗിക്കാൻ കഴിയുന്ന സുപ്രധാനമായ പാത. പിതൃത്വം ഒരുപാടായി, അതുപോലെ ഒരുപാട് പിതൃത്വം വരരുത് ഒരു ആഗ്രഹം. അല്ല, ഇതൊക്കെ രാജ്യത്തിന്റെ ഒരു കൂട്ടായ നേട്ടമായി കാണണമെന്ന്. ഇത് നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇതിലേക്ക് എടുക്കുന്നില്ല സാറേ. ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ സാറേ, ജനങ്ങളുടെ പണമല്ലേ. അതെ, അത് രാജ്യത്തിന്റെ വേറെ സംസ്ഥാനത്തിന്റെ വേറെ ചിന്തിക്കേണ്ടത് ഉണ്ടാക്കുന്നതല്ലല്ലോ. അതെ. ഉമ്മൻചാണ്ടിയുടെ കുടുംബസ്വത്തോ, പിണറായി വിജയന്റെ കുടുംബസ്വത്തോ, നരേന്ദ്രമോദിയുടെ കുടുംബസ്വത്തോ, അങ്ങനെ ഒരാളുടെയും വേണുഗോപാലിന്റെ കുടുംബസ്വത്തോ, സതീശന്റെ കുടുംബസ്വത്തോ, എന്റെയോ സാറിന്റെയോ കുടുംബസ്വത്തോ അല്ല. ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയുടെ സ്വത്താണ്. ഓരോരോ 10 രൂപയ്ക്ക് കഷ്ടപ്പെടുന്ന 300 രൂപ കൂലി വാങ്ങുന്ന സാധാരണ കൂലിപ്പണിക്കാരന്റെ നികുതി പണം എടുത്തിട്ടുണ്ടാക്കുന്നതല്ലേ. ഇതിൽ എന്തിനാണ് സാറേ ഇവരിങ്ങനെ തമ്മിൽ തല്ലുന്നത്? എനിക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല, എന്റെ ഫ്ലക്സ് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്.
യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അത് മറ്റൊരു സാഹചര്യത്തിൽ സംസാരിക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെയാണ് ചോദിച്ചാൽ വാരിക്കൊടുക്കും എന്ന് അജി പറയുന്നു. അപ്പോൾ ചോദിച്ചത് കൃത്യമായി കൊടുക്കുമെന്ന സന്ദേശം നൽകുന്നു. റെയിൻ ഫോറസ്റ്റ് പറയുന്നു വി വോണ്ട് ജസ്റ്റിസ് എന്ന് പറയുന്നു. GK പിള്ള പറയുന്നു ഐ ആം പ്രൗഡ് ഓഫ് ബീങ് എൻ ഇന്ത്യൻ എന്ന് പറയുന്നു. ദിവാകരൻ പറയുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറയുന്നു. ഷാജി K തോമസ് എന്നോടൊപ്പം ചേർന്നു ജയ് ഹിന്ദ് എന്ന് പറയുന്നു. രാജേഷ് വി ആർ ഹാപ്പി ദീപാവലി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, 22 നമുക്കും പടക്കമുണ്ട് അടിച്ച് തകർക്കണം എന്ന് പറയുന്നു. ആദം അനീഷ് പറയുന്നു ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ഇരിക്കുന്നു എന്ന് ഗോളന്ദ്ര യാസ്. അത് പൂർണ്ണചന്ദ്രനല്ല, ഞാൻ വലിയൊരു രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു അഭിമാനിയാണ്. കാരണം എൻ്റെ രാജ്യമെന്നത് നൂറുകണക്കിന് ധീരദേശാഭിമാനികൾ ത്യാഗം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്ത മണ്ണാണ്. എത്രയോ കാലത്തെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മണ്ണാണ്. ഈ നാടിനെ നമ്മളുമായി ബന്ധിപ്പിക്കുന്ന ജൈവികമായ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. വെറും ഏതെങ്കിലും ഒരു ശത്രുവിനെ മുൻനിർത്തി മാത്രം തയ്യാറായ ഒരാശയമല്ല ഇന്ത്യ. പാകിസ്ഥാൻ പക്ഷേ അതാണ്. അപ്പോൾ ആ വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. സ്വാഭാവികമായും ന്യായം ആരുടെ ഭാഗത്തോ അവരുടെ ഭാഗത്ത് തന്നെ ഇന്ത്യ എന്ന് ഷെയ്ഫുൾ പറയുന്നു. ബിജു എറണാകുളത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിജു, വർണ്ണാഭമായ ഈ നിമിഷങ്ങൾ വ്യോമസേനയുടെ കരുത്താണ് തെളിയിക്കുന്നത് അല്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, നമ്മളെ ഈ പാകിസ്ഥാനെ നമ്മ സഹിക്കാൻ തുടങ്ങിയിട്ട് 4 കുറയായി. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഇനി എന്നേക്കുമായിട്ട് പാകിസ്ഥാനിൽ ഒരു ശല്യം നമുക്കില്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ അടിച്ചു തീർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ബിജു എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ ടൗണിൽ നിന്നാണ്? ഞാൻ കളമശ്ശേരി. ഓക്കെ, അപ്പോൾ കളമശ്ശേരിയിലെ എല്ലാ ആളുകൾക്കും നമ്മുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. ബാബു നായർ പറയുന്നു 60 വർഷം മുമ്പ് എല്ലാ സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് മാത്രമായിരുന്നു, ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി അത് എത്തുന്നു എന്ന് പറയുന്നു. ഓക്കെ, പക്ഷേ അതൊക്കെ തർക്കിക്കേണ്ടതോ ബഹളം വെക്കേണ്ടതോ ആയ ഒരു സമയമല്ല ഇത്. നമുക്ക് ഒറ്റക്കെട്ടായി ഇന്ത്യ നിൽക്കേണ്ട ഒരു സമയമാണ്. പാകിസ്ഥാൻ ബൈ ബൈ എന്നൊരാൾ പറയുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ, നിങ്ങളെ പിന്നെ കാണാമെന്ന തരത്തിൽ പരിഹസിക്കുകയാണ്. ഓക്കെ, ഒരുപോലെ നിൽക്കണം, ഒരുമിച്ച് നിൽക്കണമെന്ന് ഷറബ്ലി പറയുന്നു. ഓക്കെ, ശശികുമാർ ഭാസ്കരൻ ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഓക്കെ, ജിൻറ്റോ കക്കു എന്നോട് പറയുന്നു ജയ് ഹിന്ദ്. ഓക്കെ, ജയ് ഹിന്ദ്. അഫ്സൽ വ്ലോഗ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. താങ്ക് യു അഫ്സൽ. പാകിസ്ഥാൻ ഒരു ദീപാവലി കാണാം, ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ പരിഹരിക്കുന്നു കണ്ണാടി. ഓക്കെ, സിമ്പിൾ ലൈഫ് പറയുന്നു. ബിജു പണിക്കർ ഗോ ഹെഡ് ഇന്ത്യ എന്ന് പറയുന്നു. ഓക്കെ, ബിജു പണിക്കർ അതുപോലെ ഇന്ത്യ അടിച്ച് കയറി വാ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കേരളത്തിൻ്റെ അഭിമാനം, ഇത് ദൈവാനുഗ്രഹം എന്ന് പറയുന്നു തങ്കച്ചൻ ഡാനിയൽ. ശ്രീജിത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം, ഐ ആം ഫ്രം സൗദി എന്ന് പറയുന്നു. നമ്മുടെ പൊതുവേദിയിൽ നിരവധി ആളുകൾ സൗദിയിലൊക്കെ ഇരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. സോമൻ പറയുന്നു ജീവനുണ്ടെങ്കിൽ അമ്മയുടെ രക്ഷയ്ക്കായി ജീവൻ നൽകാൻ തയ്യാർ എന്ന് പറയുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് സജീവ് നടരാജൻ. ക്രിസ് ജോൺ പറയുന്നു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. റിൻഡോ രാജൻ എന്നോടൊപ്പം ചേർന്ന്, അങ്ങനെ നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നു. ബാലകൃഷ്ണൻ നായർ കോഴിക്കോട് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നായർ, താങ്കൾ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ഹലോ, യെസ്, ബാലകൃഷ്ണൻ നായർ കോഴിക്കോട് നിന്നാണ്. എവിടുന്നാണ് കോഴിക്കോട്? ഞാൻ കുറെ കാലമായി വരച്ചു മാസം വിളിക്കുന്നു, കിട്ടിയത്. പിന്നെ ഈ പൊതുവേദി ഇപ്പൊ ഏതാനും വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നുണ്ട്. മറ്റുള്ളവർക്ക് അവസരം കിട്ടുന്നില്ല. അതിൽ കൂടുതൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രസംഗാണ്. പക്ഷെ 1-2 വ്യക്തികളെ അഭിപ്രായം പറഞ്ഞ് ഒഴിവാക്കാന്നല്ലാതെ ദീർഘസമയം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രചാരണം വിശാലമാക്കുന്നതിൽ തടസ്സപ്പെടും. അപ്പൊ ഞാന് വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയൊരു സമയമാണ്. അത് വേണ്ടപോലെ പ്രയോഗിക്കണം. ഇനി മേലിൽ ഇങ്ങനെ ഒരു വിപത്ത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇന്ന് ബാലകൃഷ്ണൻ നായർക്ക് പണ്ട് വിളിക്കാൻ പറ്റിയിരുന്നില്ല. ശ്രീ ബാലകൃഷ്ണൻ നായർ കോഴിക്കോട് എവിടെ നിന്ന് വിളിക്കുന്നതാണ് എന്നോട് പറഞ്ഞു. അപ്പൊ ഏതായാലും ഒരു ചില വ്യക്തികളെ പേരെടുത്ത് പേരൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്നത് അങ്ങ് കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കേൾക്കാമോ? ഹലോ, അങ്ങ് കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് പെരുവയൽ. ഓക്കെ, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നു? കോഴിക്കോട് പെരുവയൽ. ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? സ്ഥിര ആളുകളെ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അങ്ങ് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? സമ്പ്രദായം ഒഴിവാക്കണം. അങ്ങ് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കോഓപ്പറേറ്റീവ് സെക്ടറിലാണ്. ഞാനൊന്ന് അറിയാൻ പെൻഷൻ പറ്റി. ഓക്കെ,
ഓക്കെ ഓക്കെ. അപ്പം അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ആ വിമർശനമൊക്കെ ഉൾക്കൊണ്ടു. ഞാനത് അങ്ങ് ഏതായാലും നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് എന്നറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് തുടരെ വിളിക്കണമെന്നാണ് എനിക്കും അങ്ങയോടും പറയാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലും പ്രതികരണങ്ങൾ നൽകിയാൽ നമുക്ക് അതും കൊടുക്കാൻ കഴിയും. ഓക്കെ, പാകിസ്ഥാന് നല്ല മറുപടി എന്ന് പറയുന്നു സെയ്ദ് KKL. ഓക്കെ, മാറുന്ന ഭാരതം ജയ് ഭാരത് എന്ന് പറയുന്നു ജോസഫ് KM. യെസ് ജോസഫ്. ഓക്കെ, രഞ്ജിത്ത് എന്നോടൊപ്പം, രഞ്ജിത്ത് വടക്കയിൽ എന്നോട് പറയുന്നു ഭാരത് മാതാ കി ജയ് എന്ന്. ഓക്കെ, ഹനീഫ പറയുന്നു മോദി കി ജയ് എന്ന്. ഓക്കെ, പാകിസ്ഥാൻ ദീപാവലി എന്ന് പറയുന്നു സുദർശൻ KT. ബാബു നായർ പറയുന്നു ഇത്രയും മനോഹരമായ ഒരു ജയ് ഹിന്ദ് നമസ്കാരം നമുക്ക്. ഓക്കെ, അഭിമാനം എന്ന് പറയുന്നു. ഓക്കെ, പശുമ്പ പറയുന്നത് പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ പൊട്ടിക്കാനുള്ള ധൈര്യം ആ രാജ്യത്തിനുണ്ടോ എന്നത് കൂടിയാണ്. അവിടെ ഉണ്ടോ അങ്ങനെ ഒരു സാധനം എന്നതാണ് ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. ഏതായാലും നോക്കാം നമുക്ക്. ഭാരത് മാതാക്ക് റഷീദ്, ശ്രീ റഷീദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദ്, ഈ ദൃശ്യങ്ങൾ സത്യത്തിൽ വലിയ അഭിമാനം നൽകുന്ന ഒരു ദൃശ്യമാണ്. മീററ്റിനെ പ്രയാഗ്രാജും അതുപോലെ വാരണാസിയുമായി ബന്ധിപ്പിക്കുന്ന 1047 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു പാതയാണ് ഈ ഗംഗ എക്സ്പ്രസ് വേ. ഉത്തർപ്രദേശിലെ നാലാമത്തെ എക്സ്പ്രസ് വേ എന്നതിനെ വിളിക്കുന്നു. 2 ഘട്ടങ്ങളിലായി പണി പൂർത്തിയാക്കി. 594 കിലോമീറ്റർ ആദ്യഘട്ടം, 453 കിലോമീറ്റർ ആദ്യഘട്ടം. 6 വരിപ്പാതയ്ക്കൊപ്പം മറ്റ് 2 വരികൾ കൂടി, അങ്ങനെ 8 ലൈൻ റോഡ് എന്ന് പറയാവുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ വിമാനമിറങ്ങാൻ ശേഷിയുള്ള കഴിവുള്ള ഹൈവേകളാണ് രാജ്യത്തുള്ളത് എന്ന് തെളിയിക്കുന്നു. വ്യോമസേനയുടെ ഈ പ്രകടനം ആവേശഭരിതമായി തന്നെ രാജ്യം ഉറ്റുനോക്കുന്നു. ശ്രീ റഷീദിന് എന്ത് പറയാനുണ്ട്? തുടരെയുള്ള സൈനിക അഭ്യാസങ്ങൾ എന്തിന്റെ സൂചനയാണ് ശ്രീ റഷീദ്? പാകിസ്ഥാൻ നിരന്തരം പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിർത്തിയിലെ നിരന്തരം പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് അവർക്കറിയാലോ. രാജ്യത്തെ കര, വ്യോമ, നാവികസേന എല്ലാം സുസജ്ജരാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ലോകത്തോട് പറയേണ്ടതും ഇന്ത്യ രാജ്യം തന്നെയാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഗംഗ എക്സ്പ്രസ് വേയില് ഉത്തർപ്രദേശിലെ ഈ അഭ്യാസ പ്രകടനങ്ങൾ, നാവികസേനയുടെ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 1971 യുദ്ധത്തിൽ അവർ പാഠം പഠിച്ചതാണ്. ആ പാഠം അവർ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, അവരുടെ ഈ നിരന്തര പ്രകോപനം കൊണ്ട്. കാരണം 1970 ശേഷം ഇന്ത്യ എത്രമാത്രം വികസിച്ചെന്നും അവരെത്രമാത്രം താണുപോയിട്ടുണ്ടെന്നും മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കില്ലെങ്കിൽ അവരുടെ കാര്യം വളരെ പ്രയാസമാണ്. കാരണം ഇന്ത്യ രാജ്യം ഇന്ന് ലോകത്തിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ മുന്നിലാണ്. ആ ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അവരുടെ അല്പത്വമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ വിവരക്കേട് കൊണ്ടാണ് ഇത് ചെയ്യുന്നതും എന്നെനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ തിരിച്ചടിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു യുദ്ധം ഒഴിവാക്കിയെടുക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അന്തസ്സും അഭിമാനമുണ്ട്. നമ്മൾ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാനിലേക്ക് പറപ്പിക്കുന്ന ആളുകളാണ്. നമ്മളെ എല്ലാ രാജ്യങ്ങളോടും സമാധാനമാണ് പറയുന്നത്, നമ്മൾ സ്നേഹമാണ് പറയുന്നത്, നമ്മൾ യോജിച്ചുകൊണ്ട് മുന്നോട്ട് എല്ലാ നിലയിലും ഏത് രീതിയിലും മുന്നോട്ട് നീങ്ങണം എന്ന് പറയുന്നവരെ. പക്ഷേ നമ്മളെ എത്രമാത്രം പ്രകോപിക്കാൻ കഴിയും അത്രമാത്രം പ്രകോപിക്കാനാണ് തീരുമാനമെങ്കിൽ രാജ്യം അതിനൊരു തീരുമാനമെടുക്കും. രാജ്യം തീരുമാനമെടുത്തത് അത് നമ്മുടെ സുരക്ഷ നൽകുന്ന മിലിറ്ററിക്ക് അതിന്റെ എല്ലാ അധികാരവും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പത്രങ്ങളിലൂടെയും നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഇതൊരു വലിയൊരു ഭീഷണി. ആ ഭീഷണിയെ ഏതെല്ലാം നിലത്തിൽ നേരിടുവാൻ ഇന്ത്യ രാജ്യത്തിന് കഴിയും. ഇന്ത്യ രാജ്യത്തിന് അതിനെ കൽപ്പും. ഏതായാലും ആ സൈന്യത്തിന് മുഴുവൻ തീരുമാനമെടുക്കാനുള്ള അധികാരവും പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. അർജുൻ 49 പറയുന്നു പാകിസ്ഥാൻ വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന്. അതാണ് ശരി. ഷിബിൻ ജേവർ എന്നോട് നമസ്കാരം പറയുന്നു. ദിലീപ് കുമാർ ഭാരതീയർ ഒരുമിച്ച് നിൽക്കേണ്ട ഈ സമയമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് ഇന്ന് വിഴിഞ്ഞത്തിൽ മോദി നടത്തിയത്, അത് ശരിയായില്ല എന്ന് പറയുന്നു. ഓക്കെ, ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം കൊടുക്കാൻ ഇന്ത്യൻ സൈന്യം റെഡിയാണ് എന്ന് VR രാജേഷ് പറയുന്നു. സൈനിലാൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നു. അനീഷ് പറയുന്നു പാകിസ്ഥാൻ ചോദിച്ച നമ്മൾ കൊടുക്കുമ്പോൾ
കണ്ടറിഞ്ഞു കൊടുക്കണം, കൈനിറയെ പാകിസ്ഥാന് കൊടുക്കണമെന്ന് അനീഷ് പറയുന്നു. വിനോദ് പറയുന്നു ഇന്ത്യ എപ്പോൾ അടിക്കുമെന്ന് നോക്കിയിരിക്കുന്നു, പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ പകുതി തളർന്നുപോയി എന്ന് പറയുന്നു. ഓക്കെ, ഷിബിൻ ജെ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. അഭിലാഷ് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നു. ഓക്കെ, താങ്ക് യു അഭിലാഷ്, ചുവന്ന ഹൃദയങ്ങൾക്ക് നന്ദി. ഒപ്പം എൻ്റെയും ചുവന്ന ഹൃദയങ്ങൾ. ഷിബു അപ്പുക്കുട്ടൻ എനിക്ക് തംസപ്പുകൾ അയക്കുന്നുണ്ട്. ഷിബു അപ്പുക്കുട്ടൻ സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നു. ഓക്കെ ഷിബു, താങ്ക് യു സോ മച്ച്. വോയിസ് ഓഫ് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കശ്മീർ കൂടി ഇങ്ങ് പിടിച്ചെടുക്കണം എന്ന് വോയിസ് പറയുന്നു. ഓക്കെ, ജോസ് കെ എം പറയുന്നു നമ്മുടെ കോൺഗ്രസ്സുകാരനായ മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചതുപോലെയല്ല നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന, അങ്ങനെയല്ല. നമുക്ക് എല്ലാ പ്രധാനമന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. കൂടുതൽ ശക്തമായ രീതിയിൽ രാജ്യം മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് വേണ്ടത്. പാകിസ്ഥാൻ ഈ അടുത്ത് തന്നെ തകരുമെന്ന് ആദർശ് പറയുന്നു. സുദർശൻ കെ ടി എന്നോടൊപ്പം ചേർന്നു. പാർവതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ടിറ്റു വി ജെ ഇന്ത്യ എന്ന് പറഞ്ഞ് ദേശീയ പതാക ഉയർത്തുന്നു. ഹനീഫ നമുക്കൊപ്പമുണ്ട്. രവീന്ദ്രൻ ശരി, രാവുത്തർ വി പി ഒക്കെ ചേരുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സൈനുദാസൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. താങ്കൾ ഈ സാഹചര്യം താങ്കൾക്ക് വളരെ കുറെ കൂടി കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കഴിയും. എന്ത് സന്ദേശമാണ്? ഏതു സമയത്തും തയ്യാർ എന്ന് തന്നെയല്ലേ സൈന്യം വ്യക്തമാക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാർ, കുറച്ച് ദിവസമായിട്ട് പാകിസ്ഥാൻകാരെല്ലാരും ഉറക്കൊഴിഞ്ഞിരിക്കുകയാണ്. കാരണം രാത്രി അവർക്ക് ഉറക്കില്ല. പകൽ സമയത്തെല്ലാം മണ്ണിന്റെ അടിയിലാണ് അവർ കിടക്കുന്നത്, ബങ്കറിന്റെ അടിയിൽ. കേട്ടില്ലേ? പാകിസ്ഥാൻ പട്ടാളം പേടിച്ചിട്ട് രാത്രിയെല്ലാം വെടിവെച്ചോണ്ടിരിക്കുക. അവര് ലക്ഷ്യത്തിലേക്കല്ല. കാരണം എവിടെയാണ് ഇന്ത്യന്റെ സൈന്യം വന്നിട്ട് ഞങ്ങളെ കഴുത്ത് വെട്ടുക എന്നുള്ളത് കാത്തിരിക്കുകയാണ് അവര്. അപ്പൊ രാത്രി മുഴുവൻ ഉറപ്പൊഴിക്കുക, പകല് മണ്ണിന്റെ അടി ബംഗറുകളിൽ കിടന്നിട്ട് ഉറങ്ങുക, ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ തന്നെ അവർ പാതി ജീവനായിട്ടുണ്ട് സാറേ. അവരുടെ എനർജി എല്ലാം അത്യാവശ്യം തീർന്നു കഴിഞ്ഞു. ഇനി കുറച്ചുനാൾ കഴിയുമ്പോണ്ടല്ലോ അവര് മാളത്തിന് പുറത്തിറങ്ങാത്ത സ്ഥിതിയിലാവും. കാരണം എന്താ പറയുക, ഒരു സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, വെടിക്കോപ്പുകളില്ല, മറ്റു സഹായങ്ങളില്ല, പുറത്തു പോകാൻ പറ്റൂല, സ്വന്തം ഫാമിലിനല്ല അതർ കൺട്രീസിൽ അയച്ചിരിക്കുക പട്ടാളക്കാരൊക്കെ, കാര്യപ്പെട്ട പട്ടാളക്കാര്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ സ്ഥിതി വളരെ മോശമാവും സാറേ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇന്ത്യൻ എയർഫോഴ്സ് ഇസ് കണ്ടക്ടിങ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എക്സസൈസ് ഇൻ എക്സ്പ്രസ് വേ. ഇത് രാത്രിയും പകലും ഈ സംവിധാനം പരീക്ഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സൈന്യം പലതവണ ഇത്തരത്തിൽ റോഡുകളിൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. വിമാനങ്ങൾ അടിയന്തര സാഹചര്യത്തിൽ ഇറക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിച്ചിട്ടുണ്ട്. സുപ്രീം കോർട്ട് മറ്റ് ചില വിവരങ്ങൾ പുറത്തു വരുന്നു. സുപ്രീം കോർട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നവരുടെ രേഖകളെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ അധികം വൈകാതെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം പരിശോധിക്കാൻ കൂടിച്ചേരും എന്നാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ സൂണർ ദാൻ ലേറ്റർ വിൽ മീറ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നം എങ്ങനെയെന്ന് പരിശോധിക്കാൻ അത് യോഗം ചേരണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗ്രീവ്സ് ടു ദ യുണൈറ്റഡ് നേഷൻസ്, പ്രസിഡന്റ് ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ, ഇവരെല്ലാം ഇത്തരം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് PTIയുമായാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ LOCയിൽ ബങ്കറുകളെല്ലാം തയ്യാറായിരിക്കുന്നു. പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തി വഴിയുള്ള അല്ലെങ്കിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം നടത്തുന്ന ഘട്ടത്തിൽ അവിടെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവിടെ LOCയിലും അതുപോലെ ഇൻ്റർനാഷണൽ ബോർഡറിലും ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട 5 ജില്ലകളിൽ വലിയ മുൻകരുതലുകൾ ഇന്ത്യൻ സൈന്യം എടുക്കുന്നു. അവിടെ ആളുകളെ പെട്ടെന്ന് അടിയന്തര സാഹചര്യം വന്നാൽ ബങ്കറിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായി വിവരങ്ങൾ വരുന്നു. അപ്പോൾ ബങ്കറുകളെല്ലാം വൃത്തിയാക്കി അവിടെ ആളുകൾ ബങ്കറിലേക്ക് ഏത് ഘട്ടം വന്നാൽ പോകാനൊക്കെ തയ്യാറെടുപ്പ് വേണ്ട സജ്ജീകരണങ്ങൾ ഒക്കെ നടത്തുന്നു. ഏതായാലും ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് അമേരിക്കയുടെ JD വാൻസ് ഇന്ത്യയോട് പറയുന്നു. ഒക്കെ നമ്മുടെ അടുത്ത ശ്രീമതി ജയ കേൾക്കാമോ? നമസ്കാരം മനോജ്. നമസ്കാരം. നമ്മള് എക്സ്പ്രസ് വേയില് യുദ്ധവിമാനങ്ങളൊക്കെ പോകുന്ന കാണുമ്പം നമ്മുടെ മനു ഉൾപ്പെടെ 142 കോടി ജനങ്ങൾക്കും ഭയങ്കര അഭിമാനം തന്നെയാ തോന്നുന്നത്. പക്ഷേ യുദ്ധം എന്ന് പറയുമ്പോ നമ്മള് അതൊരു പ്രതീക്ഷയില് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ആഫ്റ്റർ എഫക്റ്റ്. അതുകൊണ്ടൊരു വിഷമമുണ്ട്. എങ്കിലും നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അവരവിടെ കൂടെ ചൊറിയുന്നെങ്കിൽ നല്ലൊരു ചൊറിച്ചിൽ കൊടുത്ത് പറഞ്ഞു വിടണം എന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. എന്നോടൊപ്പം ഒമാനിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ, ഒമാനിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
ഹലോ, ഡോക്ടർ അരുൺ ഒമാനിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കേൾക്കാമോ ഡോക്ടർ അരുൺ? എനിക്ക് കേൾക്കാം. പറഞ്ഞോട്ടെ സാറേ. പറയൂ. സാർ, ഞാൻ ആക്ച്വലി പറയുന്നതെന്ന് വെച്ചാൽ, ബീയിങ് എ നാഷണലിസ്റ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു മോഡി ഗവൺമെന്റിന്റെയും അവരുടെ രീതിയിലുള്ള നമ്മളുടെ കൺട്രീന്റെ മെയിൻ്റെനൻസ് ആൻഡ് മാനേജ്മെന്റിൽ വെരി പ്രൗഡാണ്. നമുക്കൊരു ഓവർസീസിൽ ഒരു ഡയസ്പോറയ്ക്ക് മാത്രമേ അത് എത്രത്തോളം ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ബീയിങ് സെഡ് ദാറ്റ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ഒരു എവർലാസ്റ്റിംഗ് പീസ് ആണ്. അല്ലാതെ നമുക്കൊരു ചെറിയ രീതിയിൽ എനിവേ വാർ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി എക്കണോമിക്കലി നമ്മൾ ഫോക്കസ് ചെയ്ത് അതാണ് നമ്മുടെ ഇന്ത്യന്റെ ലക്ഷ്യം, അതെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ സിവിലിയൻസിന്റെ ലൈഫും സെക്യൂരിറ്റിയും പീസും അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് താങ്കൾ ഒമാനിലാണല്ലോ, അപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ഒമാനിലെ അങ്ങയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, മലയാളികളുണ്ടാവും, ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം സഹപ്രവർത്തകരുണ്ടാവും. ഈ ഒരു സാഹചര്യത്തെ പറ്റി ഒമാനിലെ ഇന്ത്യക്കാർ എന്താണ് പറയുന്നത്? ചിലപ്പോൾ അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകരുണ്ടാവും. എന്താണ് ഒരു പൊതു ചിത്രം അവിടെ നിന്ന്? ഒമാൻ ബീങ് എ പീസ്ഫുൾ കൺട്രിയാണ് ബേസിക്കലി. പക്ഷെ എന്നിരുന്നാൽ പോലും എന്റെ കൂടെ ഒരു റിസപ്ഷനിസ്റ്റ് തന്നെ ഉണ്ട് പാകിസ്ഥാനി. പക്ഷെ നമുക്ക് വർക്ക് ബേസിൽ നമുക്ക് അങ്ങനെ വി ആർ ആക്ച്വലി നോട്ട് ഡൂയിങ് ദ വാർ അഗെയിൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ. ദാറ്റ് ഈസ് ദ ഐഡിയോളജി. നമ്മൾ ആ ഒരു മിലിറ്ററി ഇതിന് റിയർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 1000 കട്ട് എന്നുള്ള അവരുടെ പോളിസിനെതിരാണ്. സോ ഈ ഒരു ഡിറ്റീരിയന്റ് ആയിട്ടുള്ള ഒരു അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ദ പാകിസ്ഥാനി മിലിറ്ററി ആണ്. ഹൗ മച്ച് വി ഡിസ്ട്രോയ് ദ ടെററിസ്റ്റ്, ദീസ് പീപ്പിൾ വിൽ അഗെയിൻ ഗീവ് ബർത്ത് ടു ന്യൂ ടെററിസ്റ്റ്. സോ നമ്മൾ എപ്പോഴും മിലിറ്ററി പാകിസ്ഥാൻ ദിസ് ടൈം അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഡീമിലിറ്ററൈസ് ദം. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളൊരു റിറ്റാലിയേറ്റ് ചെയ്താലും വൺസ് ആൻഡ് ഫോർ ഓൾ. എനിവേ എക്കണോമി നമുക്ക് ഡൗൺ ആവും. നമ്മൾ 3 വർഷത്തിനുള്ളിൽ തേർഡ് എക്കണോമി ആവേണ്ടതാണ്. ഡോക്ടർ അരുണിന്റെ ഈ വാദം തന്നെയാണ് പല മുൻ സൈനികരും നമ്മളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കുന്നത്. അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഞാനൊരു വളരെ റൈറ്റ് വിങ് നാഷണലിസ്റ്റ് ആണ്. ഞാൻ എല്ലാരോടും ഞാൻ ഇന്ത്യനെ പറ്റി പറയാറുണ്ട്. വാട്ട് മോഡി ഈസ് ഡൂയിങ് സിറ്റിസൺസിന്, ഇന്ത്യൻ സിറ്റിസണിനോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഈ അടിക്ക് തിരിച്ചടി എന്ന് പറയുന്ന പോലെയല്ല. ദർ ആർ സോ മച്ച് ഓഫ് ദ തിങ്സ് ടു ഡു. അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്താൽ ഇങ്ങോട്ടും കിട്ടും. സിവിലിയൻസിന്റെ പ്രൊട്ടക്ഷനും മോഡി ഗവൺമെന്റിന് നോക്കേണ്ടതുണ്ട്. So he is working 24/7. He cancelled even like parade, Russian parade പോലും, victory parade പോലും cancel ചെയ്തു. He wanted to be with us. Just trust him, be with him, be with India. എനിക്ക് ആകെ ഡിസപ്പോയിന്റ്മെന്റ് കേരളയിലുള്ള ഈ പറയുന്ന ഡിസ്ക്രിപ്പൻസിയും ഈ പറയുന്ന ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ വെരി ഹാപ്പി. ഐ എം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സീരിയസ്ലി പ്രൗഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, താങ്ക് യു ഡോക്ടർ അരുൺ. അരുൺ നമുക്കൊപ്പം ഒമാനിൽ നിന്നാണ് ചേർന്നത്. ഓക്കെ, അനിൽ രാജ് എന്നോട് പറയുന്നു ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് എന്ന് പറയുന്നു. ഓക്കെ, അത് ഭിന്നശേഷി എന്ന വാക്കുകൊണ്ട് തന്നെ അങ്ങ് കുറേ കൂടി മറ്റു മേഖലകളിൽ ശേഷിയുള്ള ഒരാൾ എന്ന് തന്നെയാണല്ലോ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് അങ്ങയുടെ കഴിവുകൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടട്ടെ എന്ന് ഞാനും കരുതുകയാണ്. ഓക്കെ, മോദിക്ക് പാകിസ്ഥാനെ പേടിയാണോ എന്ന് ചോദിക്കുന്നു. ഒരിക്കലുമില്ല, നോ. ഇന്ത്യൻ സൈന്യത്തിന് അങ്ങനെ ഒരിക്കലും ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഓക്കെ, ജോസ് കെ എം പറയുന്നു പാകിസ്ഥാനിൽ 1 കിലോ തക്കാളിക്ക് 150 രൂപയായി, 1 കിലോ ആട്ടയ്ക്ക് 800 രൂപയായി എന്ന് പറയുന്നു. ഓക്കെ, ഷാഹുൽ ഹമീദ് എന്നോട് പറയുന്നു ഭാരതീയ ഏകത സിന്ദാബാദ് എന്ന് പറയുന്നു. ഓക്കെ, ഷാഹുൽ ഹമീദ്. അബ്ദുൽ സലാം എന്നോട് പറയുന്നു ഭാരത് കി ജയ്, ജനാധിപത്യം ജയിക്കട്ടെ, തളരില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഷാഹുൽ ഹമീദ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് ഷാഹുൽ ഹമീദും അബ്ദുൽ സലാമുമാണ്. അപ്പോൾ ഒരാൾ പിന്നെ എന്നോടൊപ്പം കണ്ണാടി പറയുന്നു ന്യൂസ് 18 പ്രോഗ്രാം നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. കണ്ണാടി, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ ഇതിൻ്റെ സുപ്രധാനം ശ്രീകാന്ത് പയ്യാമ്പലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്. ശ്രീകാന്തിന് എന്താണ് തോന്നുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ 8 ദിവസമായി അശാന്തമാണ്. അവിടെ പൂർണ്ണമായി ഒരു ശാന്തി ഉണ്ടാകാൻ ഏതു തരത്തിലുള്ളൊരു നീക്കം രാജ്യം നടത്തുമെന്നാണ് ശ്രീകാന്ത് പ്രതീക്ഷിക്കുന്നത്? മനുഭായ്, നമസ്കാരം. വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ വളരെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി എന്ന നിലയിൽ ഒരു ഫുൾ ഓൺ വാറിലേക്ക് പോകാനായിരിക്കില്ല നമ്മുടെ ശ്രമം. മറിച്ച് ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ നിന്നുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഇപ്പോ ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ റദ്ദ് ചെയ്യുക വഴി അവർക്ക് വലിയൊരു അടി ഉണ്ടായിട്ടുണ്ട്.
അത് കൂടാതെ നമ്മുടെ INS വിക്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഫ്ലീറ്റ് അറബിക്കടലിലുണ്ട്. സ്വാഭാവികമായിട്ടും ആ കടലിടുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറാച്ചി പോർട്ടിനെ ഒറ്റപ്പെടുത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ ടോട്ടലി നമ്മുടെ ആർമി, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, അത് ആര് തന്നെ ആയിക്കോട്ടെ, X or Y, അവരിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ള രണ്ടാമത്തത് ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഇതൊക്കെ നോക്കിക്കണ്ട് മാത്രം ഇരിക്കേണ്ടവരാണോ നമ്മൾ സാധാരണക്കാർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാർക്ക് ഇതിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ബോയ്ക്കോട്ട് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏത് തരം പ്രൊഡക്റ്റുകളും ബോയ്ക്കൗട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ എന്നേ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അവരുടെ ഒരു പ്രോഡക്റ്റ് വേണ്ട എന്ന നിലപാട്. അല്ല, അതില് വേറെയും കാര്യങ്ങളുണ്ട് മനോജി. അതായത് ഇതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന്, ഞാനൊരു സാധാരണക്കാരനാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ കയറും. യൂട്യൂബിൽ കയറിയിട്ട് റിയാക്ഷൻ ചാനൽസ് ഉണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവര് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ മോശമാണെന്നും ഇന്ത്യ നല്ലതാണെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കൈയടിക്കും. അതിന്റെ കൂടെ ഡോളർ കണക്കിന് പൈസ അവർ സമ്പാദിക്കുന്നുണ്ട്. അത്തരം ചാനലുകളിൽ കയറി സ്ട്രൈക്ക് കൊടുക്കൂ, ബോയ്ക്കൗട്ട് ചെയ്യൂ. 4-5 സ്ട്രൈക്ക് കിട്ടിക്കഴിയുമ്പോ ചാനല് ബാൻ ആവും. കാരണം ഇവരൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രൊപ്പഗാൻഡ എങ്ങനെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ തുടക്കത്തിൽ ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടും പാകിസ്ഥാനെ എഴുത്തിക്കൊണ്ടും അവരുടെ രാജ്യത്തിരുന്ന് നമ്മൾ സന്തോഷിപ്പിക്കും. നമ്മൾ പോയിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നീട് വ്യൂവിംഗ് അവേഴ്സ് കൊടുക്കും. ഈ കിട്ടുന്ന പണം എവിടെ പോകുന്നു നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം വരുമ്പോ, ഒരു യുദ്ധത്തിന്റെ ഘട്ടം വരുമ്പോ ഇവരും ഒരു പ്രൊപ്പഗാൻഡ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കും. സാധാരണക്കാരനായിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ യുദ്ധത്തിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം? കാരണം നമുക്ക് നമ്മുടെ ആർമിയിൽ വിശ്വാസമുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. അവർ കൃത്യമായ സമയം നോക്കി തിരിച്ചടിക്കും. അത് നമുക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ സാധാരണക്കാരനായി ഇതൊക്കെ നോക്കിയിരിക്കേണ്ടവർ മാത്രമാണോ നമ്മൾ? അതോ നമ്മളും ഇത്തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇത് പറയുന്നത്. അതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ ചങ്കോറ്റത്തോടുകൂടി ഫേസ് ചെയ്യണം. ഓക്കെ, അത് വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് സാമ്പത്തികമായി, അതുപോലെ സാങ്കേതികമായി, മറ്റു പലതരത്തിൽ കൂടി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കേണ്ടതുണ്ട്. ഇത് ചില സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് പാകിസ്ഥാന് കിട്ടാനിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ റദ്ദു ചെയ്യണമെന്ന ആവശ്യം ഇന്ത്യ വരും ദിവസങ്ങളിൽ ഉന്നയിക്കും. അതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുമെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഓക്കെ, ഇന്ത്യ ഇസ്രയേലിനെ പിന്തുടരണമെന്ന് ഒരു അഭിപ്രായം പറയുന്നു. ഓക്കെ, കേശവ പ്രസാദ് പറയുന്നു എക്കണോമിക് ക്രൈസിസ് വാർത്തയെ പാകിസ്ഥാന് തിരിച്ചടി നൽകണം എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഹുസൈൻ ചേരുന്നത് വെമ്പായത്ത് നിന്നാണ്. ശ്രീ ഹുസൈൻ. ഹലോ സാർ. ഹലോ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് പോയി ചുരണ്ടിയിട്ടില്ല, ഇങ്ങോട്ട് ചുരണ്ടിയതാണ്. ഇങ്ങോട്ട് ചുരണ്ടുമ്പോൾ നമ്മളെ മക്കളെയും നമ്മളെ സഹോദരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കളിച്ച വാവന എന്തായാലും വിടാൻ പാടില്ല. ഒന്ന്. ലോകത്ത് രണ്ടാമത്തെ സൈനിക ശക്തിയായ ചൈന പോലും നമ്മളോട് കളിക്കാൻ പേടിയുള്ളവരാണ്. പിന്നെയാണ് ഈ കൊച്ചു പാകിസ്ഥാൻ. പിന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ വിശ്വസിച്ച ഇസ്ലാമിക പ്രസ്ഥാനം പറയുന്നത്, നമ്മൾ വസിക്കുന്ന രാജ്യത്തിന് വേണ്ടി മരണം വരെ പോരാണോ എന്നാണ്. മറുവശത്ത് ആരായിരുന്നാലും അത് മുസ്ലിം ജനത പഠിച്ചിരുന്നാൽ കൊള്ളാം. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ ഭാരതത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരണം ഭരിക്കുന്ന ഏത് ഭരണകക്ഷിയായിരുന്നാലും ആ ഭരണകക്ഷിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം ജനതയോട് പറയാനുള്ളതാണ്. താങ്ക് യു. ഓക്കെ. ആദർശ് എന്നോട് ചോദിക്കുന്നത് ന്യൂസ് 18-ന്റെ എഡിറ്റർ ആരാണെന്ന്. നെറ്റ്വർക്ക് 18-ന്റെ മുഴുവൻ തലവൻ രാഹുൽ ജോഷി എന്ന CNN ന്യൂസ് 18-ന്റെ കൂടി തലവനാണ്. അതാണ് ഞാൻ ആദർശിനോട് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇനി അടുത്ത് എന്നോട് എൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എക്കണോമിക് ക്രൈസിസ് വരാതെ നോക്കണം, പാകിസ്ഥാന് തിരിച്ചടി നൽകണം എന്ന് കേശവ പ്രസാദ് പറയുന്നു. പാസ്റ്റർ KJ പ്രസാദ് പറയുന്നു BJP സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുന്നു എന്ന് പറയുന്നു. പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തെ എന്നേക്കുമായി ഒതുക്കണമെന്ന് കൃഷ്ണകുമാർ പറയുന്നു. ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. ഗോപാലകൃഷ്ണൻ നായർ, PGK നായർ എന്നോട് ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഓക്കെ, വിവേക് VMR കിരൺ ബാബു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. കിരൺ ബാബു നാളെ എത്തും. ഓക്കെ, അബ്ദുൾ സലാം നമുക്കൊപ്പം ഉണ്ട്. പിന്നെ ഓക്കെ, നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മണിമലയിൽ നിന്ന് ശ്രീ കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ശ്രീ കൃഷ്ണൻകുട്ടി പൊതുവേദിയിലെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഏതായാലും ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ശ്രീ കൃഷ്ണൻകുട്ടി വിലയിരുത്തുന്നത്? യെസ്, ഞാൻ ചന്ദ്രൻ നായരിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ കേൾക്കാമോ?
കേൾക്കാം സാർ, കേൾക്കാം. യെസ്. മനു സാർ, നമ്മുടെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയ പ്രജകളെ അവരെ പോലും സ്വീകരിക്കാത്ത ദാർഢ്യമുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ പാകിസ്ഥാന്റെ അവസ്ഥ. അതായത് സ്വന്തം രാജ്യത്തേക്ക് നമ്മളെ പ്രജകളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, അവിടെ പോയിട്ട് അവർ എത്രയും നേരം കുഞ്ഞുങ്ങളുമായിട്ട് കരഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച വളരെ ദയനീയമാണ്. ഇവരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വരും സാർ. ഓക്കെ, വ്യക്തമാണ്. എന്നോടൊപ്പം ചേരുന്നത് ഒരു പ്രേക്ഷകൻ ചേർത്തലയിൽ നിന്നാണ്, ശ്രീ രാജു. ശ്രീ രാജു ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജു ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? സാറേ, ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. ഇപ്പൊ 70 years ആയി. പക്ഷേ ഒരു 60 വർഷമായിട്ട് നമ്മളോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ പാകിസ്ഥാൻ. എനിക്കതിനെ കുറിച്ച് അറിയാവുന്നതാണ്. അപ്പം ഇതുപോലെ എന്തുമാത്രം ജനങ്ങളെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്തുമാത്രം ശ്രമിക്കുകയും ചെയ്തു നമ്മുടെ ഇന്ത്യ. എന്നിട്ട് അവര് ഒരു വിധത്തിലും സമ്മതിക്കാതെ ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കുകയും ചെയ്യണം, നമ്മൾ യുദ്ധം ചെയ്യുകയും ചെയ്യണം, തിരിച്ചടിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ തീവ്രവാദികളെ അവിടെ നിന്ന് ഇങ്ങനെ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അവരെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം തീരില്ല. ഇതിൻ്റെ സ്രോതസ് പാകിസ്ഥാൻ സൈന്യമാണ്. പാകിസ്ഥാൻ സൈനികത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേർക്കാക്രമണം ഉണ്ടാകുമ്പോൾ, നടപടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഈ പാകിസ്ഥാൻ സൈന്യത്തിലെ ആളുകൾക്ക് നേരെ നടപടി ഉണ്ടെന്ന വിവരം വരുമ്പോഴാണ് അവർക്ക് ഇത് നിർത്താൻ കഴിയുക എന്ന ഒരു അഭിപ്രായം പല സൈനികരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താങ്കളും അത് തന്നെയാണ് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഓക്കെ, വോയിസ് എന്നോട് പറയുന്നു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സജീവ് CK പറയുന്നു എന്തായാലും നമ്മുടെ ഭാരതത്തിൻ്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. മാസ്റ്റർ പ്ലാൻ ചൈനയാണ് എന്ന DOA മൂവീസ് എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രവീന്ദ്രൻ എടശ്ശേരി പറയുന്നത് കൃത്യം 1 മാസം കഴിയുമ്പോൾ വാർത്താ അവതാരകന് പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെ പേര് പറയാൻ ഉണ്ടാകില്ല. 3-4 രാജ്യങ്ങൾ ഏതെങ്കിലുമായി മാറും ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുക. അത് ചിലപ്പോൾ ശരിയാകാനും സാധ്യതയുണ്ട്. കാരണം ബലൂചിസ്ഥാനിൽ അവിടെ മിറാഹ് ബലോച്ച് എന്ന ഒരു വനിതയുടെ നേതൃത്വത്തിൽ വലിയ ശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. ആ രാജ്യത്തെ ഈ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ നിരന്തരമായി പാകിസ്ഥാൻ ചൂഷണം ചെയ്തതിൻ്റെ സമ്പത്ത് മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നു എന്ന ആരോപണം ആ ജനങ്ങൾ ഉന്നയിക്കുന്നു. അവിടെ പ്രതിസന്ധി രൂക്ഷമാണ്. പാകിസ്ഥാനിലും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ വരുന്നു. പാക് അധിനിവേശപ്പെടുത്തി വച്ചിരിക്കുന്ന കശ്മീരിലും ഇന്ത്യക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വരുന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്ക് അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം വിജയൻ. ശ്രീ വിജയൻ കേൾക്കാമോ? ശ്രീ വിജയൻ, നിരന്തരമായ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നു, സൈന്യം പൂർണ്ണ തോതിൽ സജ്ജരായി നിൽക്കുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? പാകിസ്ഥാൻ പിൻവലിയുമോ? തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന കാലത്തും ലോകരാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നുണ്ട്. മര്യാദ പഠിക്കാൻ ആ തെമ്മാടി രാഷ്ട്രത്തിനാകുമോ എന്ന ചോദ്യം നമ്മുടെ ഇന്ത്യൻ പ്രതിനിധികൾ ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്തേ സാറേ. നമസ്കാരം. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് സാറേ, ഇത് ഹുസൈൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിച്ചായിരുന്നല്ലോ, ഹുസൈൻ നമ്മുടെ ഒരു സഹോദരൻ വിളിച്ചല്ലേ, ആ സഹോദരന് ഇത് നല്ല നമസ്കാരം പറയുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, പലരും ഇത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ തിരിച്ചിങ്ങോട്ടും കിട്ടുമെന്ന് കണ്ടുകൊണ്ട് വേണം ചെല്ലാനെന്ന് പറയുന്നു. അതൊന്നും ഒരു വിഷയമല്ല. ലോകത്ത് ഇന്നേ വരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് അന്ന് 26 പേരെ അവിടെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടുന്നതൊന്നും അല്ല വിഷയം. അവരെ മൊത്തം ആണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ വിജയനാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്. വസന്ത കൃഷ്ണൻ എന്നോട് എനിക്ക് കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ, വസന്ത കൃഷ്ണൻ എൻ്റെ അഭിപ്രായങ്ങൾ. ദിനേഷ് തൃശ്ശൂർ പറയുന്നു ന്യൂസ് 18 രാജ്യസ്നേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാശ്മീരിലെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നു ന്യൂസ് 18 എന്ന് പറയുന്നത്. നമുക്കവിടെ ന്യൂസ് 18 ലഡാക്കുണ്ട്, ന്യൂസ് 18 ജമ്മു ആൻഡ് കശ്മീർ. എല്ലാ വാർത്തകളും കൃത്യമായി അവിടെ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മഹത്തായ ദൗത്യം അവിടെ നിർവഹിക്കുന്നു. അപ്പോൾ ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ ഗ്രാമങ്ങളിലും റിപ്പോർട്ടർമാരുണ്ട് എന്നത് ഞങ്ങളുടെ ഒരു സവിശേഷതയാണ്. ശ്രീജിത്ത് പറയുന്നു നമസ്കാരം, ഞാൻ സൗദിയിൽ നിന്നാണ്. എവിടെ പാകിസ്ഥാൻ ആളുകൾ പേടിച്ച് വിറച്ച് അവിടെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ആളുകൾ പേടിച്ചു, നമ്മൾ പാകിസ്ഥാൻ അടിച്ചാൽ പാകിസ്ഥാൻ തീരുമാനമാകും എന്ന് എല്ലാവരും പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൗദിയിലും ആളുകൾ, ശ്രീജിത്ത് പറയുന്നത് അവിടെ ആളുകൾ
ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻകാരെല്ലാം ഭയന്നിരിക്കുന്നു അവിടെ എന്ന് പറയുന്നു. വിവേക് VMRനെ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്നെ വിവേക് VMR പുകഴ്ത്തുന്നുണ്ട്. ഞാൻ നല്ല അവതാരകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വിവേക്. ഇങ്ങനെ ചില പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം 100 ഇരട്ടിയാണ്. വോയിസ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ആദർശ് ഞാൻ ബ്രേക്ക് എടുത്ത് മടങ്ങി വന്നപ്പോഴാണ് വെൽക്കം ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും ആ ഒരു തർക്കം മുറുകുകയാണ്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സന്തോഷ് വെള്ളരിക്കുണ്ടെന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്. ശ്രീ സന്തോഷിന് എന്ത് തോന്നുന്നു? ഈ തീവ്രവാദം ഈ ഭൂമുഖത്തൊന്നും ഇല്ലാതാക്കണം, അത് ഒരു ശരിയായ കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം പാകിസ്ഥാനും ചൈനയും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അലൻ എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അലൻ, കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? യെസ്, അലനിലേക്ക് ഞാൻ വരാം. ഏതായാലും നമുക്ക് നിരവധി ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യൻ സേനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വ്യോമസേന അവിടെ 3.5 കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പിലാണ് പരിശീലനം നടത്തിയത്. അവിടെ രാത്രിയും പകലും ഒരുപോലെ ഇങ്ങനത്തെ ലാൻഡിംഗ് പരിശീലനങ്ങൾ നടക്കുന്നു. വ്യോമസേനയുടെ ജെറ്റുകൾ പ്രധാനമായി അവിടെ ലാൻഡിംഗ് പരിശീലനം നടത്തുന്നു. റഫേൽ വിമാനങ്ങൾ, നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ദീർഘദൂര മെറ്റീരിയൽ മിസൈലുകളും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്ന റഫേൽ വിമാനങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ ഒരു സവിശേഷത. റഫേൽ വിമാനങ്ങൾ പരീക്ഷണത്തിനുണ്ട്. Su-330 MKI എന്ന വിമാനം അവിടെ പരീക്ഷിക്കുന്നു. ബ്രഹ്മോസ് ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ കഴിവുള്ള ഇരട്ട സീറ്റുള്ള മൾട്ടി റോളർ ഫൈറ്ററുകൾ അവിടെ അവരുടെ പരിശീലന പറക്കൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ സൈനിക അഭ്യാസം നടത്തുന്നു. മിറാജ് 2000 ആഴത്തിലുള്ള ആക്രമണശേഷിയാണ് ഈ യുദ്ധവിമാനത്തിൻ്റെ സവിശേഷത. ആണവ സന്നദ്ധതയ്ക്കും പേരുകേട്ട ഫ്രഞ്ച് വംശജനാണ് ഈ മിറാജ് 2000 എന്ന വിമാനം. അതോടൊപ്പം തന്നെ ഇന്ത്യ MiG-29 ഇന്ത്യയുടെ വ്യോമസേനയുടെ ഒരു കാലത്തെ വലിയ ശക്തിയായിരുന്നു. MiG-29 വിപുലമായ റഡാർ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള അതിവേഗ ഫൈറ്റർ വിമാനമാണ്. ജാഗ്വാർ കര ആക്രമണത്തിനും കപ്പൽ വിരുദ്ധ ദൗത്യങ്ങൾക്കുമൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്ട്രൈക്കർ വിമാനമാണ്. CJ-130J സൂപ്പർ ഹെർക്കുലീസ് പ്രത്യേക സേനാ വിന്യാസം നടത്താൻ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒക്കെ നേതൃത്വം നൽകാൻ കഴിയുന്ന നിർണായകമായ ഒരു ഹെവി ലിഫ്റ്റ് വിമാനമാണ്. അതുപോലെ AN-32 ചരക്ക് സൈനിക നീക്കങ്ങൾക്ക് വൈവിധ്യമാർന്ന ഗതാഗത മാർഗമായൊരു വിമാനമാണ്. പ്രത്യേകിച്ച് ഉയർന്ന തലമുള്ള ഭൂപ്രദേശങ്ങളിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയും. M-17VS അതിന് പ്രധാനമായും തിരച്ചിൽ, Mi-17VS എന്നത് തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ പ്രവർത്തനങ്ങൾ, അതുപോലെ മാനുഷിക ദൗത്യങ്ങൾ എന്നിവയ്ക്ക് പ്രധാനമായി ഉപയോഗിക്കാൻ കഴിയുന്ന മൾട്ടി റോളർ ഹെലികോപ്റ്ററുകൾ. ഇതെല്ലാമാണ് ഗംഗ എക്സ്പ്രസ് വേയിൽ അവിടെ വരുന്നത്. നമുക്കറിയാം ഉത്തർപ്രദേശിൽ അതുപോലെ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ ഉണ്ട്, പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ഉണ്ട്, സുൽത്താൻപൂർ എക്സ്പ്രസ് വേ എന്ന് പറയും, അല്ലെങ്കിൽ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ, അത് ഇടപ്പാവയ്ക്ക് സമീപമാണ്. അതിനൊപ്പമാണ് നമ്മുടെ ഷാജഹാൻപൂരിലെ ഈ എക്സ്പ്രസ് വേയും ഗംഗ എക്സ്പ്രസ് വേ. അവിടെ വിമാനങ്ങൾ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി നിലം തൊടുന്നതിന് മുമ്പ് ഉയർന്നു പൊങ്ങുന്നതിൻ്റെ ആ ഒരു പരിശീലനമാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി. കേൾക്കുന്നുണ്ട്. ഞാൻ കുറെ ദിവസമായി വിളിച്ചിട്ട്. അതെ, ഞാൻ കുറെ ദിവസമായി വിളിച്ച് ഒത്തിരി ശല്യപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ കാരണം കുറെ ദിവസമായിട്ട് വിളിക്കുന്നതേ ഉണ്ടായില്ല. അങ്ങനെയൊന്നും ചോദിച്ചാൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. പിന്നെ ഓരോ വിഷയം വരുമ്പോൾ അതിലുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കുറെ കൂടി നല്ലതാണ്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഇപ്പം ഈ നിങ്ങൾ ഈ പറയുന്ന വിവരണം തന്നെ ഏതാണ്ട് ഒരു യുദ്ധം നടക്കുന്ന രീതിയിലുള്ള വിവരണം തന്നുകൊണ്ട് നമ്മളെല്ലാം ആവേശം കൊള്ളിക്കുന്ന വിവരണമാണ് നൽകുന്നത്. അത് നല്ല സ്ക്രീൻ പ്ലേ ആണ്, നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതല്ല അതിനകത്തെ വിഷയം. അതിനകത്തെ വിഷയം എന്തെന്ന് വെച്ചാല് ഒരു സിനിമയ്ക്കകത്ത് പിന്നെ ഇന്നസെന്റ് ഒരു ഫയൽവാനെ പോലെ മപ്പടിച്ച് നിൽക്കുമ്പോ ഒരു ചെറു പയ്യൻ വന്ന് ഇന്നസെന്റിനെ ഇടിച്ചു താഴെ ഇടുന്ന ഒരു സീനുണ്ട് സിനിമയ്ക്കകത്ത്, ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ. അന്ന് ഭീകരന്മാര് നമ്മുടെ 200 കിലോമീറ്റർ ഉള്ളിൽ കടന്നു കയറി ഈ ഇന്നസെന്റിനെ താഴെ ഇട്ട പോലെ പരിപാടി കാണിച്ചിട്ടാണ് അമാര് പോയത്. അമാരെ ഒരാളെ പോലെ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഇന്ന ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്?
ഇത്രയും ദിവസങ്ങളിൽ നമ്മുടെ ആയുധങ്ങളൊക്കെ നമ്മൾ തൂത്തു തുടയ്ക്കാതെ മിനുക്കാതെ തോക്കിനകത്ത് വെടിയുണ്ട നടക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴെല്ലാം നമ്മൾ തൂത്തു തുടച്ച് മിനുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കാണിക്കാൻ പാടില്ല. നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ആയുധങ്ങളും നമ്മുടെ എല്ലാ സൈന്യ വിഭാഗങ്ങളും എല്ലാം നമ്മൾ ഏത് സമയത്തും എന്തും നേരിടാൻ തയ്യാറാണെന്ന് കാണിക്കുകയായിരുന്നു വേണ്ടത്. അതിനു പകരം ഈ സംഭവം നടന്ന ആഴ്ചകൾ കഴിഞ്ഞപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും റെഡിയല്ല. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ശ്രീ കൃഷ്ണൻകുട്ടിയുമായി പൂർണ്ണമായി വിയോജിക്കാതിരിക്കാൻ എനിക്ക് ഈ ഘട്ടത്തിൽ നിർവാഹമില്ല. ഇന്ത്യ എല്ലാ ഘട്ടങ്ങളിലും സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഇന്ത്യ അതിൻ്റെ നേവി പ്രത്യേകിച്ച് അറബിക്കടലിൽ കഴിഞ്ഞിടെ മറ്റു രാജ്യങ്ങളുമായി ആഫ്രിക്കയുമായൊക്കെ ചേർന്ന് ഉൾപ്പെടെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായൊക്കെ ചേർന്ന് സൈനികാഭ്യാസങ്ങൾ നടത്താറുണ്ട്. സൈനികാഭ്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഘട്ടങ്ങളിലും നടക്കുന്നതാണ്. ഇതുപോലെ എക്സ്പ്രസ് വേകൾ അല്ലെങ്കിൽ റോഡുകളിൽ വിമാനമിറക്കുന്നതിൻ്റെ എത്രയോ പരിശീലനങ്ങൾ ഈ രാജ്യത്ത് ഇതിനു മുമ്പും എല്ലാ ഘട്ടങ്ങളിലും നടന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് സൈന്യം തയ്യാറെടുത്തു എന്ന് പറയുന്നതിനോട് ഒരു കണക്കിനും അംഗീകരിക്കാനാകില്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അവിടെ കാശ്മീരിൽ പ്രത്യേകിച്ച് ഈ കാശ്മീരിൽ മതഭ്രാന്ത് മൂപ്പിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു വലിയ വിഭാഗത്തെ പല കോണുകളിൽ അവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുമ്പ് ഇതുപോലെ തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ പെട്ടെന്ന് സൈന്യം ഓടിച്ചെന്ന് പല ഗ്രാമങ്ങളിലും വളരെ വിശദമായ പരിശോധന നടത്തിയപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു. അതിലൊന്നാണ് ഞാൻ ഓർക്കുന്നത്, ഈ കുനാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലും പോഷ്പുര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലും അവിടെ ഈ സൈന്യത്തിനെതിരെ മൊഴി നൽകാൻ പല സ്ത്രീകളും രംഗത്ത് വന്നു. അവർ തങ്ങളെ ബലാത്കാരം ചെയ്തു എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളുമായി വന്നു. അപ്പോൾ സ്വാഭാവികമായും സൈന്യത്തിന്റെ പരിശോധന തടസ്സപ്പെടുത്താൻ ഇത്തരം ആരോപണങ്ങൾ വരും. അപ്പോൾ ഒരു സൈന്യത്തിന് അങ്ങനെ ഓടിക്കേറി ചെന്ന് എല്ലാ വീടുകളും പരിശോധിക്കാൻ കഴിയില്ല. പല ഘട്ടങ്ങളിൽ അവിടെ അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണം. ആളുകളുടെ സ്വകാര്യതയെ മാനിക്കണം. അല്ലാതെ ഒരു വനത്തിൽ അങ്ങ് ഇറങ്ങി സൈന്യത്തിന് തുരുതുര വെടിവെച്ച് നമുക്ക് ആളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതില്ല. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് ഈ തീവ്രവാദികൾക്ക് പിന്തുണയും സഹായവും നൽകുന്ന ചെറിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവരെയും കൂടി ഇന്ത്യയുടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്തു. നാളിതുവരെ ഇന്ത്യ അവിടെ നടത്തുന്ന നീക്കങ്ങൾക്ക് പലപ്പോഴും ഇതുപോലൊരു പിന്തുണ ജമ്മു കാശ്മീരിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഘട്ടം നോക്കൂ, അവിടെ ജമ്മു കാശ്മീരിൽ വലിയ പിന്തുണ രാജ്യത്തിനോടൊപ്പം വരുന്നു. ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനെ തുടർന്ന് വന്ന ടൂറിസം മേഖലയിലെ വളരെ ശക്തമായ വികസനം ആ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നു എന്ന തോന്നൽ അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാകുന്നു. അവർ ദേശീയ പൊതുധാരയിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. തെറ്റിദ്ധാരണ പകർത്തിയ ഒരു വലിയ ജനതയെ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി നമുക്കറിയണം. അപ്പോൾ കഴിഞ്ഞ തവണ ഇതുപോലെ വളരെ വ്യാപകമായ ഒരു തെരച്ചിലങ്ങ് നടത്തിയപ്പോൾ അത് നൂറുകണക്കിന് സ്ത്രീകൾ കുനാൻ, പുഷ്പുര എന്ന സ്ഥലങ്ങളിൽ അവിടെ അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന തരത്തിലൊക്കെ അത് നമ്മുടെ പ്രതിച്ഛായയെ ബാധിക്കും. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവർക്ക് മറ്റൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ തവണ തെരച്ചിൽ നടത്തി. ഒരുപക്ഷേ കുറച്ച് സമയമെടുത്തേക്കാം, പക്ഷേ അത് അധികമാകില്ല. അവർക്കധിക ദൂരം പോകാൻ കഴിയില്ല എന്ന് ഉറച്ചു പറയുന്നു പ്രധാനമന്ത്രിയെങ്കിൽ അത് ഈ ഘട്ടത്തിൽ ഞാനും ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഓക്കെ, ജയബാലൻ നമുക്കൊപ്പം ചേർന്നു. ജയബാലൻ, രാജേഷ്, ഓക്കെ, ടോമിയും എന്നോടൊപ്പം ചേരുന്നുണ്ട്. കേൾക്കാമോ? കേൾക്കാം സാർ. ഞാൻ പറയട്ടെ, ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഉള്ള എക്സ്പീരിയൻസ്. ഞാൻ സാറിനോട് പറയുന്നത്, നമ്മൾ പാകിസ്ഥാനായിട്ട് 4 യുദ്ധങ്ങൾ. ഞാൻ ആർമിയില് MEG ഇന്ത്യൻ MEG മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ആർമിയുടെ കീഴിലുള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലാണ് ഞാൻ ചെയ്തത്. ഏത് സ്ഥലത്താണ് ജോലി ചെയ്തത്? ഞാൻ ചെയ്തത് ആസാമിൽ ചെയ്തിട്ടുണ്ട്, കാശ്മീരിൽ ചെയ്തിട്ടുണ്ട്, കാർഗിലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രീ പോമിയെ പോലെ ഒരാളെ ഞാനിവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ശ്രീ പോമി, അങ്ങക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഒരു ആക്രമണം നടത്തി തീവ്രവാദികളെ ഇപ്പം പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. എത്രമാത്രം ദുഷ്കരമാണ് ഇതുപോലൊരു സ്ഥലത്ത് പരിശോധന നടത്തുക, പ്രത്യേകിച്ച് അവിടുത്തെ ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ഭയപ്പെടുത്താതെ, സാധാരണ ഗ്രാമീണരെ ഭയപ്പെടുത്താതെ എത്രമാത്രം ദുഷ്കരമാണ് അവിടെ ഒരു തെരച്ചിൽ നടത്താൻ? സാറേ, നമുക്ക് തീവ്രവാദികളെ വന്നിട്ട് പിടിക്കാനായിട്ട് എളുപ്പം സാധിക്കും. അവരെ വെടിവെച്ചിട്ട് അവരുടെ കാഷ്വാലിറ്റി വന്നിട്ട് നമുക്ക് നിരത്തി കാണിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആവശ്യം അവരെ ജീവനോടുകൂടി പിടിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ നമ്മളുടെ മേലെയുള്ള ഈ ആക്രമണം, ഏകപക്ഷീയമായിട്ടുള്ള ഈ ആക്രമണം ലോകത്തിന് തുറന്നു കാണിക്കാനാണ്. സാറിന് അറിയാമോ, 1971 1 ലക്ഷം പാകിസ്ഥാൻ പടയാളികളെ കീഴ്പ്പെടുത്തി അവർ ആയുധങ്ങൾ താഴെ വെച്ച് അവര്
തടവുകാരായിട്ട് നമ്മൾ പിടിച്ചാണ്. 4 യുദ്ധത്തിൽ നമ്മൾ ജയിച്ച്. ഇപ്പൊ സാറിന് വിളിക്കാൻ പറയട്ടെ, ഇസ്രയേലിൽ കടന്ന് പലസ്തീൻകാർ കയറി വന്നത് ഇസ്രയേൽ അടിച്ച് നിരപ്പാക്കിയിട്ട് ഇന്ന് ആരെങ്കിലും ആർക്കെങ്കിലും എന്താ വിഷമമുണ്ട്? ആരും ചോദിക്കുന്നില്ല. ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത് ആ രാജ്യത്തിലോട്ട് കടന്നു വന്ന് ആ രാജ്യത്തെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാല് അതിന് കൊടുക്കേണ്ട തക്കതായ വില യഥാർത്ഥത്തിൽ നീണ്ടുപോകരുത്. എന്റെ അഭിപ്രായം 6-15 പോകരുത്. ഇത് തക്കതായ ശിക്ഷ നൽകി ഈ രാജ്യത്തിന്റെ ജനങ്ങളെ നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ഗവൺമെന്റ് അതിന് ഉതകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് 3 സേനയെ സജ്ജരാക്കിയിട്ടുണ്ടെങ്കിലും സാറേ ഓരോരുത്തർ നീണ്ടു പോകുമ്പോ ഇപ്പൊ ബി ജെ പി അംഗങ്ങൾ തന്നെ ഇപ്പോ അവര് വന്നിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട് ഇത് നീണ്ടു പോകരുതെന്ന്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിത് നിർത്തില്ല. അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്നത് ഒരിക്കലും ആ രാഷ്ട്രം വന്നിട്ട് ശപിക്കപ്പെട്ട രാഷ്ട്രമാണ്. ലോകത്തിനത് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് അവര് പറഞ്ഞിരിക്കുന്നത് അവർ വെച്ചിരിക്കുന്ന അണുവായുധങ്ങളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാനാണെന്നാണ്. അവര് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ. ശ്രീ പേമി, താങ്കളുമായി ദീർഘനേരം സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്കൾ ഒരു സൈനികനാണ്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ഒരു സൈനികനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഷെമില മിലു എനിക്ക് കൈകാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനഗറിലിരുന്ന് മലയാളികൾ ഈ വാർത്ത കാണുന്നു, അല്ലെങ്കിൽ ന്യൂസ് 18 പൊതുവേദി കാണുന്നു എന്നറിയുമ്പോൾ അങ്ങേയറ്റത്തെ അഭിമാനം. മാത്രമല്ല അവിടെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർ കൈകാണിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾ നമ്മുടെ അവിടുത്തെ ജനതയെ, നമ്മുടെ ഷെമിലുവിനെ പോലുള്ള ആളുകൾ നമ്മുടെ അവിടുത്തെ ജനതയെ ഇന്ത്യൻ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഡൻ ഓപ്പർച്യൂണിസ്റ്റ് എൻ്റെ ഈ പ്രതികരണം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഏതായാലും ഗോൾഡൻ ഓപ്പർച്യൂണിസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത് ഈ നില തന്നെ തുടരും. നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ സംഖ്യയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും ഓക്കെ, പാലസ്തീൻ സിന്ദാബാദ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഗോൾഡൻ ഓപ്പർച്യൂണിസ്റ്റിന് ഈ രാജ്യത്ത് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. തുടർച്ചയായുള്ള ഈ സൈനിക അഭ്യാസങ്ങൾ എന്തിൻ്റെ സൂചനയാണ് എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. അത് യുദ്ധസൂചനയാണോ എന്ന ചോദ്യത്തിന് 76% ആളുകൾ അത് ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് കലാശിക്കും കാര്യങ്ങൾ എന്ന് കരുതുന്നവരാണ്. അതേസമയം 24% ആളുകൾ യുദ്ധമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന നിലപാട് ഉള്ളവരാണ്. ഓക്കെ, ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.